തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകുന്നതായി സന്നദ്ധ സംഘടനകൾ. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും പിന്മാറാൻ വിസമ്മതിച്ച 3 കുടുംബങ്ങളുടെ വീടുകൾ അക്രമികൾ തകർത്തു. ഇവർക്കെതിരെ പരാതി നൽകിയിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് അലയൻസ് ഡിഫൻഡിംഗ് ഫ്രീഡം പ്രവർത്തകർ ആരോപിച്ചു. ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്ന ഛത്തീസ്ഗഡിലെ സുകുമ ജില്ലയിലെ ബോഡിഗുഡയിലാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ പിന്നാലെ ആക്രമണം നടന്നത്. 300ഓളം വരുന്ന അക്രമി സംഘം വീടുകൾ കൊള്ളയടിച്ച ശേഷം മേൽക്കൂരകൾ തകർക്കുകയായിരുന്നു. ഗ്രാമസഭ ചേർന്ന ശേഷം ഈ 3 വീടുകളിലുള്ളവരോട് ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇവർ ഇക്കാര്യം നിരസിച്ചതിനെ തുടർന്നായിരുന്നു ആക്രമണം. പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തില്ലെന്നും അലയൻസ് ഡിഫൻഡിംഗ് ഫ്രീഡം ഡയറക്ടറായ MC മൈക്കിൾ പറഞ്ഞു. തുടർന്ന് അഭിഭാഷകന്റെ സഹായത്തോടെ ജില്ലാ മജിസ്ട്രേറ്റിനെ സമീപിച്ച ശേഷമാണ് കേസ് പോലും രജിസ്റ്റർ ചെയ്യാനായതെന്നും മൈക്കിൾ പറഞ്ഞു. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം ഒത്തുതീർപ്പിലെത്താൻ നിർബന്ധം ചെലുത്തിയെങ്കിലും അവസാനം കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഷെക്കീന ന്യൂസ് ബ്യൂറോ, ദില്ലി.